നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനാണ് സംസാരിക്കാൻ പോകുന്നത് ഹോളിവുഡ് സിനിമയായ ഒബ്സഷനെ കുറിച്ചാണ്. ഒബ്സഷൻ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി ആക്ച്വലി. ഞാൻ ഈ സിനിമ 2 തവണ കണ്ടതാണ്. വീഡിയോയുടെ ഇത്തിരി വൈകിയെന്നേ ഉള്ളൂ. ഞാൻ ഈ സിനിമ ഓൾറെഡി യുഎസിൽ ഇറങ്ങി ഭയങ്കര ഹിറ്റായിട്ടാണ് വന്നത്. ഒബ്വിയസ്ലി ഇതിൻ്റെ ഏറ്റവും വലിയ PR അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പരസ്യം എന്ന് പറയുന്നത് വളരെ ചെറിയ ബഡ്ജറ്റിൽ, അതായത് എനിക്ക് തോന്നുന്നത് 7-8 കോടി ചിലവാക്കി അവർ ഓൾമോസ്റ്റ് 800-900 കോടി, ഇനി 1000 കോടിയാണെന്ന് എനിക്കറിയില്ല, ആയി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരസ്യം. അതൊരു ഇൻഡി മൂവിയാണ്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന കറി ബേക്കർ എന്ന പുള്ളി സിനിമയായിട്ട് എടുത്തപ്പോൾ അത് ഒബ്വിയസ്ലി ഇൻഡി ഫിലിമായിട്ട് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ, അവരുടെ ബഡ്ജറ്റിൽ അവരെടുത്തിട്ട് ഒബ്വിയസ്ലി അവർ ഫിലിം ഫെസ്റ്റിവലിൽ വന്ന് അതിൽ വേറെ ഫോക്കസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി ഏറ്റെടുത്ത് സെല്ല് ചെയ്തതാണ്. ഒബ്വിയസ്ലി അങ്ങനെ പറയുന്നു. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ അത് എടുത്തിരിക്കുന്നത്. കാരണം ഈ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായ സിനിമയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഹൊറർ സിനിമകൾ ഞാൻ ചുമ്മാ ഒരു ഓളത്തിന് കാണുന്നതാണ്. എനിക്ക് പേഴ്സണലി ഹൊറർ സിനിമകൾ ഇഷ്ടമല്ല. ഒരു കാലത്തിന് ശേഷം ഈ ഹൊറർ സിനിമ എന്ന് പറഞ്ഞാൽ ജംപ് സ്കെയർ മാത്രമാണ് ഈ ഹൊറർ സിനിമ എന്ന് പറയുന്നത് പലർക്കും. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് പേഴ്സണലി ജംപ് സ്കെയർ മാത്രം കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബോറടിക്കും. അപ്പോൾ ഈ സിനിമ, അപ്പോൾ എൻ്റെ സുഹൃത്ത് ഭയങ്കര ഹൊറർ ഫാനാണ്. അപ്പോൾ അവൻ ഓൾമോസ്റ്റ് വേറൊരു പടത്തിന് വിളിച്ചാൽ വന്നില്ലെങ്കിലും കൃത്യമായി വരുന്ന കാര്യം ഹൊറർ പടമാണ്. അതിന് വിളിച്ചാൽ അവനൊരു മടിയില്ലാണ്ട് വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒബ്സഷൻ കാണാൻ പോയി. ഇത് ഭയങ്കര രസമായിരുന്നു ഒബ്സഷൻ. ഞങ്ങൾ ആദ്യം പ്രീമിയർ ബുക്ക് ചെയ്ത് ഞങ്ങൾ രാത്രി പോകാൻ നോക്കിയ സമയത്ത് പകുതി വഴി വെച്ച് ഞങ്ങളുടെ വണ്ടി റെഡിയായി. അത് ഇലക്ട്രിക് വണ്ടിയാണ്. ഓർന്നും കണ്ട കമ്പനിയുടെ പേര്. അതിൻ്റെ മറ്റേ ഇവരെ ആകെ മോട്ടർ, ഒരു കറുത്ത ബെൽറ്റ് മാത്രമേ ഉള്ളൊരു റബ്ബർ ബെൽറ്റ്, അത് ബെൽറ്റ് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രീമിയർ ബുക്ക് ചെയ്താൽ കാണാൻ പറ്റിയില്ല. അതിന് രണ്ടാമത് ഞങ്ങൾ ഞായറാഴ്ച ബുക്ക് ചെയ്തു. സ്ക്രീൻ 6 PVR ഫോറത്തിൽ. ഫ്ലാറ്റ് മൂവിയാണ്. അതായത് പടം 1.85 അല്ല, 1.85 കണ്ടാൽ പോലും 2 സൈഡും ബ്ലാക്ക് ബാർ ഉണ്ടാവും. അപ്പം ഞാൻ അത് അങ്ങനെയാണ് സ്ക്രീൻ 6 ബുക്ക് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞ് ഇതിൻ്റെ തിരക്ക് കാരണം സർപ്രൈസിംഗ്ലി PXL ആഡ് ചെയ്ത്, PVR ആയത് PXL ആഡ് ചെയ്തു. അപ്പോൾ ശനിയാഴ്ച ഞാൻ അത് അപ്പോൾ ഞായറാഴ്ച ഞങ്ങളത് ബുക്ക് ചെയ്ത് അതിന് മുമ്പ് തന്നെ ഞാൻ ശനിയാഴ്ച തന്നെ 149 രൂപയ്ക്ക് PXL കണ്ടു. അപ്പോൾ ആദ്യം PXL കണ്ടിട്ടാണ് ഞാൻ OD6 കണ്ടത്. ഈ സിനിമ ഇപ്പോഴും PXL കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഡൗട്ട് അടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ PXL അത് കണ്ടിന്യൂ ചെയ്ത് കളിക്കുന്നുണ്ട്. ഈ വീക്കെൻഡിലും കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ എൻ്റെ റിവ്യൂസ് എല്ലാം പറയുന്നതിന് മുമ്പ് പറയുകയാണ്, നിങ്ങൾ ഈ സിനിമ കാണുക. അതായത് ഹൊറർ സിനിമ എന്ന രീതി അങ്ങനെ ചിന്തിച്ച് കാണണ്ട, നല്ല സിനിമ എന്ന രീതി ചിന്തിച്ച് കാണുക. ജംപ് സ്കെയർ മാത്രം പ്രതീക്ഷിച്ചാണെങ്കിൽ നിങ്ങൾ പോകണ്ട. ഒരു നല്ല സിനിമ കാണാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. അതും PXL തന്നെ കാണാൻ ശ്രമിക്കുക. PXL കൊച്ചിയിൽ തന്നെ. കാരണം ഏറ്റവും ബെസ്റ്റ് ഈ സിനിമ കാണാൻ പറ്റിയ സ്ക്രീൻ അതാണ്. ഇത്രയും ദിവസം കണ്ടവരും അവിടെ പോയി കണ്ടവർക്ക് അതേ പറയാനുള്ളൂ. അപ്പം ഞാൻ സ്ക്രീൻ 6 നല്ല സ്ക്രീൻ തന്നെയാണ്. ഫ്ലാറ്റ് സിനിമകൾ പല ഇംഗ്ലീഷ് സിനിമകളും ഞാൻ കാണുന്നത് ആ സ്ക്രീനിൽ നിന്നാണ്. പക്ഷേ അവിടെ നിന്ന് PXLിലേക്ക് വരുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഒബ്വിയസ്ലി 2K 4K ആണ്. അതിന് ഷാർപ്നെസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബെറ്റർ കോൺട്രാസ്റ്റ്, ബെറ്റർ കളേഴ്സ് എല്ലാം PXLായിരുന്നു. സിനിമ അറ്റ്മോസ് അല്ല, സിനിമ 5.1 ആണ്. 4K 5.1 ആണ്. അതുകൊണ്ട് അറ്റ്മോസിൻ്റെ കാര്യമില്ല, പക്ഷേ നല്ല അടിപൊളി 5.1 ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ഈ സിനിമ ഭയങ്കരമായിട്ട് നമ്മളെ സൈക്കോളജിക്കൽ ഹൊറർ മൂവി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഫാൻറ്റസി സൈക്കോളജിക്കൽ ഹൊറർ മൂവി. അത് സിമ്പിളാണ്. ഒരുത്തിനും ഇഷ്ടം ഉണ്ടാകും. അപ്പോൾ അവൻ ഇഷ്ടം പറയാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇഷ്ടം പറയാണ്ടി പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ പുള്ളി ഇവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കും പടത്തിലേക്ക്. അതൊരു 1 വിഷ് ഫില്ലോ എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് 1 വിഷ് ഫില്ലോ എന്ന സാധനം വാങ്ങിക്കും. അത് ഒടിച്ച് കഴിഞ്ഞിട്ട് ഒരു വിഷ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി അത് വിഷ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവളോട് ഇഷ്ടമാണെന്നെങ്കിൽ പുള്ളി പെട്ടെന്ന് പാനിക്കായിട്ട് ഇഷ്ടം ഫ്രണ്ടിനെ പോലെ കാണുമെന്ന് പറയും. ആ ഒരു പോയിന്റിൽ, ആ ഫ്രസ്ട്രേഷനിൽ പുള്ളി ആ വില്ല് ഓടിച്ചിട്ട് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അവൾക്ക് ഞാനായിരിക്കണമെന്ന് പുള്ളി വിഷ് ചെയ്യും. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ മുഴുവൻ പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിലെ പെർഫോമൻസ് ഭയങ്കരമാണ്. ഇന്ത്യൻ ആവരട്ടെയാണ് ഇതിനകത്തെ ഹീറോയിൻ. ആ പുള്ളിക്കാരത്തി ആരാണെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായത്, ഞാൻ ഈ സൂപ്പർമാൻ്റെ ഒരു സീരീസ് ഉണ്ട്, ക്ലാർക്ക് ആൻഡ് ലോയിസ് അങ്ങനെ എന്താ പേര്. ഞാൻ എൻ്റെ ഫസ്റ്റ് 2 സീസൺ അങ്ങാണ്ട് കണ്ടിട്ടുള്ളൂ, ഫുൾ കണ്ടിട്ടില്ല. അതിനകത്ത് ഈ ഇവളുണ്ടായിരുന്നത്, അതിനകത്തുനിന്ന് ഇവൾക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്തും നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതിനകത്ത് ഭയങ്കര ചേഞ്ച് വന്നു. അപ്പോൾ എനിക്ക് ആദ്യം ആക്ച്വലി ട്രെയിലർ കണ്ടപ്പോഴൊന്നും മനസ്സിലായില്ല ഇതാ പുള്ളിക്കാരത്തിയാണെന്ന്. പിന്നെ എപ്പോഴോ, കാരണം പുള്ളിക്കാരത്തി സൂപ്പർമാൻ ലോയിസിനെ കുറിച്ചുള്ള എല്ലാ സാധനങ്ങളും ആക്ച്വലി പുള്ളിക്കാരത്തി ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യാൻ തോന്നി. ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാം കയറി നോക്കിയപ്പോൾ അതൊന്നും കാണാനില്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട് ആ പുള്ളിക്കാരത്തിൻ്റെ അന്ന് സീരീസിൽ നിന്ന് പുറത്താക്കിയത് ബഡ്ജറ്റ് കട്ട് കാരണമാണ്. അല്ലാണ്ട് പുള്ളിക്കാരൻ നന്നായി പെർഫോം ചെയ്യാത്തതുകൊണ്ടോ ഒന്നുമില്ല. ബഡ്ജറ്റ് കട്ട് കാരണം അവർ ഇങ്ങനൊരു ക്യാരക്ടറിനെ അവർ എൻ്റയർലി ഒഴിവാക്കി. ശരിക്കും റീഅക്കറിങ് ആയിട്ട് എല്ലാ എപ്പിസോഡിലും ഉണ്ടാവേണ്ട ഒരു ക്യാരക്ടറായിരുന്നു പുള്ളിക്കാരത്തിൽ. അവർ ഡിലീറ്റ് കളഞ്ഞു ബഡ്ജറ്റ് കട്ടിൽ. ചിലപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിന് പുള്ളിക്കാരത്തി മുമ്പുമായിരിക്കും. വിച്ച് വേസ് പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ അത് ഇത് ഇയാളുടെ ടൈമായല്ലോ. പുള്ളിക്കാരത്തി ഈ പടം കൊണ്ട് പുള്ളിക്കാരത്തിയാണ് ഏറ്റവും കൂടുതൽ പേരെടുക്കാൻ വേണം.
ബേസിക്കലി പുള്ളിക്കാരൻ സൂപ്പറാണ്. പക്ഷേ മറ്റേ അവനും ഭയങ്കര അടിപൊളിയാണ്. ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച ബിയർ എന്ന് പറഞ്ഞാൽ അഭിനയിച്ച അവനും ഭയങ്കര അടിപൊളിയാണ്. കാരണം പുള്ളിയുടെ ഇതിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഹൊറർ എലിമെൻറ്റ് മനസ്സിലാവുന്നത്. അത് പുള്ളി എക്സ്പ്രസീവായിട്ട് അത് കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതും ഭയങ്കര നല്ലതാണ്. നല്ല രസമുള്ള കുറേ ഷോട്ടുകളുണ്ട്. എനിക്ക് കുറേ ഷോട്ടുകൾ എടുത്ത് പറയാനുണ്ടാവും, കാരണം അങ്ങനെ എടുത്തിരിക്കുന്നത്. ഒബിയസ്ലി ഇന്ത്യയിൽ 2 സീക്വൻസ് സെൻസർ ചെയ്തു. രണ്ടാം സീക്വൻസ് സെൻസർ ചെയ്തതിനോട് എനിക്ക് ദേഷ്യമൊക്കെ ഇത് ഭയങ്കരമായിട്ട്. എന്നാൽ ഈ സിനിമയുടെ ഇമ്പാക്റ്റ് 80% നമുക്ക് കിട്ടുകയും ചെയ്യും. 20% വേണ്ടി നമ്മൾ മിസ് ഔട്ട് ആവുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ തല്ലിപ്പള്ളി റീൽ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വാക്ക് കിട്ടി സിനിമ തിയേറ്ററിൽ കാണാതിരിക്കുക. ചില സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. അങ്ങനത്തെ ഒരു സിനിമ തന്നെയാണിത്. ഒരു പബ്ലിക് സോഷ്യൽ വ്യൂയിങ്ങിന് പറ്റിയൊരു സിനിമയാണത്. രസമാണ്. ആൾക്കാർ എന്ന് പറയുന്നതും അത് ടെറിഫൈ ആവുന്നതൊക്കെ നമുക്ക് സിനിമയിൽ കാണുമ്പോൾ തിയേറ്ററിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ഒരു ഫീൽ ഭയങ്കരമാണ്. കാരണം ഞാൻ PXD കണ്ടപ്പോൾ ആൾ കുറവായിരുന്നു. അന്ന് സിനിമ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെങ്കിലും അന്ന് ഈ ഒരു സോഷ്യൽ വ്യൂയിങ് അല്ലായിരുന്നു. വളരെ കുറവ് ആൾക്കാരും അവർ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് രാവിലെ ആരും വന്നില്ല. അധികം ഒരു 10-20 പേര് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ആകെ വന്ന ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വ്യൂയിങ്ങിന് വരാത്തൊരു 5 പേരുണ്ടായിരുന്നു. 5-6 പേര്, ഒരു 2-3 പെണ്ണുങ്ങളും 3 ആണുങ്ങളായിട്ട്. എൻ്റെ റോയിൻ്റെ ഒരു 3 റോ പുറകിൽ വരുന്നത് PXL. ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും, ഇങ്ങനെയുള്ളവരോട് മാത്രം സിനിമ കാണാൻ വരണമെന്ന് എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാനോ കമൻറ്റ് അടിക്കാനാണെങ്കിൽ വീട്ടിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് നിങ്ങളുടെ വീട്ടിൽ TV ഇട്ട് കണ്ടിട്ട് തമ്മിൽ ഇതിനെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞു. തിയേറ്ററിൽ ആൾക്കാർ വരുന്നത് നിങ്ങളുടെ കമൻറ്റ് അടി കേൾക്കാനോ നിങ്ങളുടെ കുറച്ച് വർത്തമാനം കേൾക്കാനോ അല്ല. ഒരു ഹാഫ് മുഴുവൻ നല്ലോണം വെറുപ്പിച്ചു. ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞു നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമെന്ന്. കാരണം ഒബ്വിയസ്ലി അടുത്ത സ്റ്റെപ്പ് ഞാൻ PVR മാനോട് പറയാമെന്നില്ല. സത്യമായി ഞാൻ ഇവരോട് ഇങ്ങനത്തെ ആൾക്കാരോട് ഇപ്പം നേരിട്ട് പറയാറില്ല. നേരെ ഉള്ള മാനേജർമാരോട് പറയാൻ ചെയ്യാം. ഇന്നെന്തോ എനിക്ക് പറയാമെന്ന് തോന്നി ഞാൻ പോയി പറഞ്ഞു. കാരണം മാനേജർമാരോട് പറഞ്ഞാൽ PVR മാനേജേഴ്സ് സൂപ്പറാണ്. അവരാദ്യം ഇവരോട് ഒന്ന് റൗണ്ട് പറയും, പിന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പിടിച്ച് പുറത്താക്കും. ഇങ്ങനെ ആൾക്കാരെ പിടിച്ച് പുറത്താക്കണം. പിന്നെ ഞാൻ ഈ അടുത്തിട്ട് കുറേ റീൽസ് കണ്ടു. എനിക്കിത് കണ്ട് ഭയങ്കര ചിരി വന്നു എന്നാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം ഇട്ടിട്ട് റീൽ ഷെയർ ചെയ്യും. നിനക്ക് ചിരി വന്നെങ്കിൽ ഇറങ്ങി പോകണം, നീ എന്തിനാണ് കാണാതിരിക്കുന്നത്? അതായത് ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് കളയാൻ വേണ്ടി ഒരാൾ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് നശിപ്പിക്കുന്നതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാണണ്ടെന്നേ. നിങ്ങൾ ഹൊറർ സിനിമ കണ്ട് പേടിയാവുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകണം. നല്ല വെറുപ്പിയാണ് ഇങ്ങനത്തെ റീൽസ് കുറേ മിക്കതും പെണ്ണുങ്ങൾ ഇടുന്നത്. ചുമ്മാ അതായത് ഞാൻ വലിയ സീനാണെന്ന് കാണിക്കാൻ വേണ്ടി ഇടുന്നതാണെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ 3-4 റീൽ കണ്ടപ്പോൾ എനിക്ക് നല്ലോണം പൊളി. അതായത് ഇവർ ചിരിക്കുന്നത്, ഇവരും ഇവരുടെ ഫ്രണ്ട് ഗ്രൂപ്പും ചിരിക്കുന്നത് മുഴുവൻ കേൾക്കാം നമുക്ക്. അല്ലാതെ തിയേറ്റർ മുഴുവൻ ചിരിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആർക്കാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. ആ ഗ്രൂപ്പുകൾക്കാണ് പ്രശ്നം എന്നുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർ ദയവായി സിനിമ കാണാൻ തിയേറ്ററിൽ വരരുത്, വീട്ടിൽ ഇരുന്ന് കണ്ടാൽ മതി. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ബാക്കിയുള്ളവർക്ക് ശല്യമായിട്ട് അടുത്ത സിനിമയ്ക്ക് ഇങ്ങനെ ബാക്കിയുള്ളവർ വരാതിരിക്കും. കാരണം എന്താ, ഇതുപോലുള്ള ശല്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, സ്ക്രീൻ 6 പക്ഷേ രണ്ടാമത്തെ ഷോ കണ്ടപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. കിടിലൻ ഓഡിയൻസ് ആയിരുന്നു, നല്ല റിയാക്ഷൻ ആയിരുന്നു, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അത് രണ്ടാമത് കണ്ടപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും കൂടി എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ മിസ്സാക്കിയ കുറേ എലിമെൻറ്റ്സും എനിക്ക് സെക്കൻഡിൽ കിട്ടി. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ മ്യൂസിക്, ഇതിൻ്റെ വർക്ക്, ചെറിയ ബഡ്ജറ്റിലെടുത്ത സിനിമയാണ് ഒബ്വിയസ്ലി, പക്ഷേ എല്ലാ രീതിയിലും ഇത് അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണുവാണെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ ദയവായി എല്ലാവരും PXL തന്നെ കാണാൻ നോക്കുക. ഇപ്പോഴും ഷോസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് സ്പോയിലേഴ്സ് പറയാൻ വേണ്ടിയേ ഉള്ളൂ. അതായത് ഇനി സിനിമ കാണാത്തവർക്ക് വേണ്ടിയാണ് പറയാണ്. സ്പോയിലേഴ്സാണ് ഈ പറയാൻ പോകണം. അപ്പോൾ സിനിമയിൽ ഈ പെണ്ണിനെ പൊസസ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അതായത് ഈ പെണ്ണിൻ്റെ സോള് ഇല്ലാതാവുമല്ല, ഒരു സൈഡിലേക്ക് ലോക്കായി പോവുകയും വേറൊരു ക്യാരക്ടറായി പുള്ളിക്കാരത്തി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി പുള്ളിക്കാരത്തി ഇതിനകത്ത് ലോക്കഡാണ് എന്ന് പുള്ളിക്കാരത്തി ഇതിനകത്ത് ക്ലൂ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എനിക്ക് സെക്കൻഡ് ടൈം കണ്ടപ്പോൾ മനസ്സിലായത്. അതായത് ഇതിനകത്തൊരു ഫോട്ടോസും ഒരു ഭക്ഷണം പാത്രത്തിൽ കൊടുത്തിടുമ്പോൾ അതിലൊരു ഫോട്ടോയിൽ ഹീറോൻ്റെ ഫോട്ടോ ഉണ്ട് എന്നിട്ട് ഹീറോ മാറ്റുമ്പോൾ ഹീറോയിനും കൂടി കിടക്കുന്ന ഫോട്ടോയിൽ ഹീറോയിനാണ് മെയിൻ. അപ്പോൾ അവളുടെ ഫോട്ടോയിൽ കാണുമ്പോൾ ദിസ് ഈസ് നോട്ട് മീ എന്ന് എഴുതി കാണിക്കുക. അത് ക്ലൂ കൊടുക്കുകയാണ് ഹീറോയിന്, ഞാനല്ല എന്നുള്ളത്. പക്ഷേ ഹീറോ ആക്ച്വലി ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഇവളുടെ. ശരിക്കും ആ പ്രേതം അല്ല, അല്ലെങ്കിൽ ആ ക്യാരക്ടർ അല്ല ശരിക്കും ഹീറോ ആണ് ഒബ്സസ്ഡ്. ഹീറോ ആണ് ഇതിനകത്തുള്ള വില്ലൻ. അവൻ്റെ ഒബ്സഷനാണ് ഇതിന്. കാരണം ഇതിനകത്ത് ഇവൻ വിഷ് മാറ്റാൻ വേണ്ടി ഇതിൽ കസ്റ്റമർ കെയർ വിളിക്കുന്ന സീനുണ്ട്. അതിനകത്ത് ഇവൻ വിഷ് മാറ്റുന്ന വിഷ് വേണ്ടാന്ന് വെക്കാനല്ല അവൻ നോക്കുന്നത്. അതായത് അവൾക്ക് എന്നോട് ഇഷ്ടം ഇപ്പോഴും വേണം, എന്നാൽ വിഷ് ചേഞ്ച് ചെയ്ത് ഇവൾക്ക് സാധാരണ പോലത്തെ ഇഷ്ടം മതി, അത് ഇതുപോലെ ഒബ്സസ്ഡ് ആവണ്ടെന്ന് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവളെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല ഞാൻ. അവൻ എപ്പോഴും അവളെ ഇഷ്ടമല്ലാത്ത അവളെ വിഷ് ചെയ്യണം. ഇത് ആക്ച്വലി അലാദീനിലെ കാർട്ടൂണിൽ സിനിമയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന വിഷയം എപ്പോഴും നല്ല രീതിയിൽ വരണമെന്നില്ല എന്നുകൊണ്ട് അതിനകത്ത് സ്റ്റാർട്ടിൽ കുറച്ച് സീക്വൻസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അലാദീൻ്റെ 3 വിഷയം ജീനി പറയുന്നുണ്ട്, 3 വിഷയം ഞാൻ കൊടുക്കില്ല എന്ന്. ഒന്ന്, ആൾക്കാരെ മരണത്തിൽ നിന്ന് ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല.
രണ്ട് ഒരാളുടെ ഇഷ്ടം തോന്നിക്കാൻ പറ്റില്ല. അതായത് അത് ഫ്രീ വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് ഈവൻ ജീനിക്ക് പോലും അറിയാം. അതാണ് ഇവിടെ ബ്രേക്ക് ആവുന്നത്. അപ്പോൾ ആ ഫോൺ കോളിനകത്ത് ഇതിൽ പറയുന്നുണ്ട്, കുറേ പറയും നിങ്ങൾക്ക് നിക്കിയോട് സംസാരിക്കണം നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒച്ചത്തിൽ കരയുന്ന ശബ്ദമുണ്ട്, അല്ലറി വിളിക്കുന്ന ശബ്ദം. അതായത് അവൾ സോളോ ട്രാപ്പിലായിട്ട് അതിനകത്ത് പുറത്ത് വരാൻ നോക്കുകയാണ്. അപ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ പുള്ളിക്കാരത്തി രാവിലെ മുതലോടെ സ്റ്റക്കായി നിൽക്കുന്ന നമ്മൾ കാണുന്നത്. അതായത് ആ സമയത്ത് ആ സോള് കിടന്ന് ഒച്ചയെടുക്കുകയാണ് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ മൂന്നാമത് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന രീതിയിൽ സിനിമ കാണിക്കുന്നത്. ഇതെല്ലാം ക്ലൂസ് ഓൾ ഇട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കുന്ന രീതി കാണിക്കുന്നത് ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ പറയും പ്ലീസ് ദയവായി എന്നെ കൊന്നു കളയും, അത് കിടന്നുറങ്ങുവാണ് എന്ന് പറയും. ഈവൻ ആ പോയിന്റിലും അവൻ അറിയാതെ അവളല്ല എന്നുള്ളത്. എന്നിട്ട് അവൻ പറയുന്നത് എന്നെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതായത് അവൻ അപ്പോൾ പോലും ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ട് പോലും അവൻ ആക്ച്വലി പറയുന്നത് അവൻ്റെ സെൽഫ് ഒബ്സസീവ് തന്നെയാണ്. അവൾ എന്നെ ഇഷ്ടപ്പെടണം, അപ്പോൾ എന്നെപ്പോൾ ജീവിച്ചാൽ എന്താ എത്ര കുഴപ്പമൊന്നും നോക്കി. അപ്പോൾ അവൾ പറയുകയും ചെയ്യും ഞാനല്ല നിങ്ങളൊപ്പം ജീവിക്കണമെന്ന്. അത് ഈ എൻറ്റിറ്റിയാണ്. എൻറ്റിറ്റി എന്ന് വിളിക്കാൻ പറ്റില്ല, ആ ഒരു സാധനമാണ് ഇവർ ജീവിക്കുന്നത്. ആ വിഷ് കൊണ്ട് ക്രിയേറ്റ് ആയ സാധനം, അല്ലെങ്കിൽ ആ കോൺഷ്യസ് ആണ് ഇവൻ്റെ ഒപ്പം ജീവിക്കുന്നത്, അല്ലാണ്ട് നിൽക്കുകയല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു പോയം വരുന്ന സീനാണ്. അത് കുറേ പേർക്ക് എക്സ്പ്ലെയിൻ മനസ്സിലായിട്ടുള്ള തോന്നുന്നു. അതിന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹൻസൽ ആൻഡ് ഗ്രീറ്റൽ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ എടുത്ത പോയാണ്. അപ്പോൾ ആ പോയത്തിൽ പറയുന്നത് വെച്ചാൽ ഒരു സിസ്റ്റർ ബ്രദർ ലവിനെ കുറിച്ചാണ് പറയുന്നത്, അൺഹോളി ലവ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കി ആക്ച്വലി ഇവനോടൊരു ബ്രദർലി ടൈപ്പ് ലവ് ആണ് അവൾക്ക് ഈ വിഷ് പൊട്ടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നെന്നുള്ളത് മറ്റേ പെണ്ണ് ഇവനോട് പറയുന്നുണ്ട്. ഓക്കെ, അത് പറയുമ്പോൾ ആണ് മനസ്സിലാവുന്നത് ഇങ്ങനെ ഇഷ്ടമാണ് അവൾക്കുള്ളത്. അത് ഈ പാട്ടിലൂടെ അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും നിക്കി സ്വിച്ച് ചെയ്ത് വരുന്നത്, പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് മറ്റേതാവുന്നത് നമുക്ക് മനസ്സിലാവും, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് അവസാനം ഈ ബിയറിനെ ചെറുതായിട്ട് മറ്റേ പെണ്ണോട് ഇഷ്ടമാണെന്ന് തോന്നുന്നൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവസാനം ക്ലൈമാക്സിൽ ഈ നിക്കി ആക്ച്വലി മറ്റേ പെണ്ണായിട്ട് ഫുള്ളി മാറും. അതായത് അവളുടെ വേഷം ഇടും, അവളുടെ ടാറ്റു ഇട്ട് വരയ്ക്കും. എനിക്കാണ് അവളുടെ മുടി വരെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ രണ്ടാമത് കണ്ടപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിച്ചത്. ആദ്യം കണ്ടപ്പോൾ സിനിമയിൽ ലയിച്ചിരുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ഔട്ട് ചെയ്തു. കാരണം അത് മനസ്സിലാക്കി കാണുമ്പോൾ ഒന്നും കൂടി രസമാണ് ഈ പടം കാണാൻ. അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോൾ ഒന്നും കൂടി രസമാണ്. കാരണം ഡയറക്ടർ പ്രോപ്പർലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടാൽ നന്ദി. നിങ്ങൾ ഒബ്സഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് പറയുക. എനിക്ക് അന്നേരം പേഴ്സണലി നല്ലോണം വർക്കായ സിനിമയാണത്. അപ്പോൾ എന്തായാലും ഇത്ര നേരം വീഡിയോ ആണെന്ന് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.